നമസ്കാരം. പി എസ് സി മെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എൽ ഡി സി എൽ ജി എസിൻ്റെയൊക്കെ റിസൾട്ട് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ എന്താണുള്ളത്? 10th 12th ലെവലുകാർക്ക് എഴുതാൻ പറ്റിയ ഒരു അടിപൊളി എക്സാം വരാനിരിക്കുകയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനൊക്കെ എന്നായിരിക്കും വരിക? അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തുന്ന ഒരു എക്സാമാണ്. അതായത് ഈ ജോലി കിട്ടുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ്. അതായത് എൽ ഡി സി എൽ ജി എസ് ഒക്കെ നടന്നതുപോലെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആയിരിക്കും. അതായത് 14 ജില്ലകളിലും സെപ്പറേറ്റ് എക്സാം നടത്താനായിരിക്കും സാധ്യതയുള്ളത്. കാരണം നമുക്ക് അറിയാം എൽ ഡി സിയും എൽ ജി എസ് ഒക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എക്സാം നടത്തിയപ്പോൾ ഒരു പ്രിലിമിനറി അതുപോലെ മെയിൻ എക്സാം ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായി ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് ലെവൽ എക്സാംസ് ഒക്കെ എന്തായി ഒറ്റൊരു എക്സാം മാത്രമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പി എസ് സി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഒരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആയിട്ട് തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. അങ്ങനെ വരുവാണെങ്കിൽ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും എന്തായിരിക്കും ഒരൊറ്റ എക്സാം മാത്രമായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 സെപ്റ്റംബറിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴാണ് ഇതിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നത്. അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2021 സെപ്റ്റംബർ അവസാനമൊക്കെ ആയപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 368/2021 എന്ന കാറ്റഗറി കോഡിലായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഒരു പ്രിലിമിനറി എക്സാം നടത്തി, അതുപോലെ മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് 2023 ഡിസംബറിൽ, അതുപോലെ 2024 ജാനുവരി ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൻ്റെ വാലിഡിറ്റി വരാൻ പോകുന്നത് 2027 വരെ ആയിരിക്കും. ഏകദേശം ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്ക ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി അവസാനിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 ആകുമ്പോഴത്തേക്ക് വാലിഡിറ്റി അവസാനിക്കുമ്പോൾ പുതിയൊരു ലിസ്റ്റ് വരണമല്ലോ. ആ ഒരു ഒഴിവിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി എന്തായാലും ഈ 2025 അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ ജി എസ് അല്ലെങ്കിൽ എൽ ഡി സി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൽ സങ്കടമൊന്നും വേണ്ട. ഈ ഒരു എക്സാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക, സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കമ്പൈലേഷൻ നമ്മുടെ പി എസ് സി മെൻറ്റർ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കയറി നോക്കിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്